ഹേ ഫ്രണ്ട്സ്, ഇതോട് കൂടിയിട്ട് നമ്മൾ റോസിൻ്റെ പരിപാടിയെല്ലാം കഴിയുന്നു കേട്ടോ. നമ്മൾ ഒരു എൻവലപ്പിലാണ് തുടങ്ങിയത്. അത് പിന്നെ ഏത് സിമ്മിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന എൻവലപ്പിൽ തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ പേപ്പേഴ്സ് വെച്ചിട്ട് റോസ് ഉണ്ടാക്കി. ഇപ്പം നമ്മൾ റോസിൻ്റെ മണ്ഡല ആർട്ടാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് വരച്ച് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. എപ്പോഴും ഉപയോഗിക്കുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചുള്ളത്. ബ്ലാക്ക് CD മാർക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡും അതുപോലെ തന്നെ ഗ്രീനും ഗ്ലിറ്റർ പെന്നാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് ചെറിയൊരു മാറ്റം കൂടി ഉണ്ട്. ഞാൻ ഐവറി പേപ്പർ അല്ല കേട്ടോ ഉപയോഗിച്ചത്. ഞാൻ സാധാ കളർ പേപ്പറാണ് ഉപയോഗിച്ചത്. അതായത് ഓഫ് വൈറ്റ് കളർ പേപ്പറിലാണ് കേട്ടോ വരച്ചെടുത്തത്. ഐവറി പേപ്പർ ആകുമ്പോൾ കുറച്ചും കൂടി തിക്നെസ് കൂടിയ പേപ്പറാണ്. പക്ഷേ എനിക്ക് ഇത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വൗച്ചർ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടും കൂടി വരച്ചൊരു സംഭവമാണ്. എനിക്ക് ഓർഡർ വന്നതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ട് ഇതിൽ ഞാൻ വേറൊരു തീം ആക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കളർ പേപ്പറിൽ തന്നെ ചെയ്തെടുത്തത്. ഈ ഓഫ് വൈറ്റ് കളർ പേപ്പറിന് നമ്മുടെ പണ്ടത്തെ നോട്ട്ബുക്കിൻ്റെ എല്ലാം ഒരു തീം ഉണ്ടാവുമല്ലോ, അതിന് അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതിൽ തന്നെ വരച്ചെടുത്തത്. പിന്നെ എപ്പോഴത്തെയും പോലെ റെഡ് CD മാർക്കർ യൂസ് ചെയ്യാൻ നിന്നിട്ടില്ല. ഞാൻ റെഡ് ഗ്ലിറ്റർ പെൻ വെച്ചിട്ടാണ് കേട്ടോ വരച്ചത്. ഞാൻ ഈ വരക്കുന്ന ഡിസൈൻസ് എല്ലാം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഞാൻ അധികം സിമ്പിളായിട്ട് എങ്ങനെ ബിഗിനേഴ്സിന് വരക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഞാൻ അധികം യൂസ് ചെയ്യുന്നത്. അതേ ഡിസൈൻ തന്നെയാണ് ഞാൻ ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി സിമ്പിളാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ എല്ലാം കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് വരക്കാൻ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ബിഗിനേഴ്സിന് വരക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം വരച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്കും വരക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വരച്ച് നോക്കണം. ഈ റോസ് നമ്മൾ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്ത ശേഷം കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ പിന്നെ തെറ്റിപ്പോയാൽ പിന്നെ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ. എൻ്റെ കയ്യിൽ ലാസ്റ്റ് ഒരു പേപ്പറും കൂടി ഉണ്ടായിരുന്നുള്ളൂ ഓഫ് വൈറ്റ്, ബാക്കി കളേഴ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. അവസാനം ഇത് കളർ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞാനിവിടെ ചെറിയൊരു കോട്ട്സ് കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കളറെല്ലാം ചെയ്തിട്ട് ഫിനിഷ് ആയിട്ടാകുമ്പം ഞാൻ ചെറിയൊരു കോട്ട്സ് കൂടെ എഴുതി കൊടുത്തിട്ടുണ്ടായി. റോസിൻ്റെ തീമിൽ ലവ് എന്ന് വെച്ചിട്ട് ചെറിയൊരു കോട്ട്സ് കൂടെ എഴുതി കൊടുത്തിട്ടുണ്ടായി. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസ് ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യും.